ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ, നീ ആ വീട്ടിൽ മനസ്സമാധാനത്തോടെ കഴിയത്തില്ലെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേടാ. സ്വന്തം തന്തയും തള്ളയും സഹോദരങ്ങളെയും ചതിച്ചിട്ട് വീട് പണിഞ്ഞ ആ വീട്ടിൽ നിനക്ക് സമാധാനം കിട്ടില്ല പ്രകാശ. പെറ്റ വയറിന്റെ ശാപം അതെന്നായാലും വലിക്കും. പെറ്റ വയറിന്റെ ശാപം മണ്ണാങ്കട്ടിയൊന്നല്ല, ഇവള് കാണിച്ച നെറുകടിന്റെ ഫലമാ ഞാൻ അനുഭവിക്കുന്നത്. എത്രയും പെട്ടെന്ന് നീ കുറിപ്പിനെതിരെ കൊടുത്ത പരാതി പിൻവലിച്ചില്ലെങ്കിൽ ചാവട്ടി കൊല്ലും ഞാൻ. ഇപ്പൊ തന്നെ നീ കുറിപ്പിന്റെ വീട്ടിൽ പോയി പരാതി പിൻവലിച്ച് മാപ്പ് പറയണം. സൗകര്യമില്ല എനിക്ക്. എന്റെ അച്ഛനും അമ്മയും ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ നിങ്ങള് എന്നോട് ആജ്ഞാപിക്കാൻ നിൽക്കണ്ട. ആജ്ഞാപിച്ച ഞാനതൊട്ട് ചെയ്യുകയില്ല. വന്ദന, ഞാൻ താലികെട്ട എന്റെ ഭാര്യ. അവളെ നിങ്ങൾക്ക് സഹോദരൻ എന്ന സ്ഥാനത്ത് നിന്ന് ശകാരിക്കാം, പക്ഷേ ദേഹത്തൊന്നും കൈവയ്ക്കണ്ട. വന്ദനയുടെ ദേഹത്ത് കൈവയ്ക്കുന്നത് അവളുടെ ചേട്ടനാണെങ്കിലും നല്ല തന്തയാണെങ്കിൽ പോലും ജഗനത് സഹിച്ചൊന്നു വരില്ല. നീ എന്നെ തല്ലു? അതിനുള്ള ചങ്കൂറ്റ ഉണ്ടോടാ നിനക്ക്? പ്രകാശേട്ടാ, ഞാൻ നിങ്ങളെ തല്ലുകയല്ല, ചിലപ്പോ കൊല്ലും. ചങ്കൂറ്റത്തിന്റെ കണക്ക് പറയാൻ എന്നോളം ആണത്തുള്ള ഒരുത്തനെയും കണ്ടിട്ടില്ല ഞാൻ എന്റെ ഭാര്യയുടെ ഈ തറവാട്ടിൽ. അതുകൊണ്ട് രാവിലെ ഒരു സീനുണ്ടാക്കതേ പോവാൻ നോക്ക്. പ്രകാശേട്ടൻ തല്ലെന്ന് കേട്ടിട്ടില്ലേ ഉള്ളൂ. ജഗൻ ഒരു കാലത്ത് തല്ലൊരു ദിനചര്യയായിരുന്നു. ജഗന്റെ വിശ്വരൂപം കാണാൻ നിൽക്കാതെ കയറിപ്പോയി ചായ എടുത്തോണ്ട് പാടി. കേറിപ്പോവാൻ. പേഴ്സ് വന്നതിനേക്ക് ഞാനും വരുന്നു. പ്രകാശേട്ടാ, ഒന്ന് നിന്നേ. പ്രകാശേട്ടാ, ഇതേ നിങ്ങൾ താമസിച്ചിരുന്ന വീടായിരിക്കാം, പക്ഷെ ഇപ്പൊ ഈ വീടിന് വാടക കൊടുക്കുന്നത് ഞാനാ. അതുകൊണ്ട് ഇവിടെ കയറി കൂടുതൽ ഷോ കാണിക്കണം നിൽക്കണ്ട. നിന്നാൽ വന്ദനയുടെ ചേട്ടനാണെന്നുള്ള കാര്യം ഈ ജഗനങ്ങ് മറക്കും. മുട്ടുകാല് തല്ലി ഓടിക്കും ഞാൻ. മാനത്തെ കൊട്ടാ